ഹലോ വെൽക്കം ബാക്ക് ടു ഫസ്റ്റ് ബൈറ്റ് ചോക്ലേറ്റ് മേക്കിംഗ് ട്യൂട്ടോറിയൽ. ഇന്ന് നമ്മളൊരു വെറൈറ്റി ചോക്ലേറ്റാണ് പഠിക്കാൻ പോകുന്നത് കേട്ടോ. വെറൈറ്റി എന്ന് പറഞ്ഞാൽ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇതാണോ എന്നൊക്കെ തോന്നും, പക്ഷേ ഇതൊരു ജസ്റ്റ് ഒരു ഐഡിയ ആണ്. നിങ്ങൾക്ക് ഇങ്ങനെയും ചെയ്യാം എന്നുള്ളൊരു ഐഡിയ തരിക എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം അതിൻ്റെ കുറേ വെറൈറ്റീസൊക്കെ നിങ്ങളങ്ങനെ ആലോചിച്ച് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്ന് നമ്മൾ ചോക്ലേറ്റ് റോക്സ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിനായിട്ട് ഞാൻ ആദ്യം ചോക്ലേറ്റ് മെൽറ്റ് ചെയ്യാനായിട്ട് പോവാണ്. ഞാനിവിടെ മിൽക്ക് കോമ്പൗണ്ടാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. നിങ്ങൾക്ക് കൂടുതൽ കയ്പ്പൊക്കെ ഇഷ്ടമുള്ളവർ ഡാർക്ക് എടുക്കാം, വൈറ്റ് ഇഷ്ടമുള്ളവർ വൈറ്റ് എടുക്കാം, ഏത് വേണമെങ്കിലും എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ചെറിയൊരു പീസേ എടുത്തിട്ടുള്ളൂ, ഇത്രയും മതി നമുക്ക് തൽക്കാലം. ഞാൻ നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. അപ്പം വളരെ കുറച്ച് ചോക്ലേറ്റ് എടുത്തുള്ളൂ. ഇതിനങ്ങനെ പ്രത്യേകിച്ച് അളവൊന്നുമില്ല കേട്ടോ. നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഉണ്ടാക്കി നോക്കാം. അളവൊക്കെ കുറച്ചും കൂട്ടിയൊക്കെ എടുക്കാം. അപ്പോൾ ഇതൊന്ന് നമുക്ക് മെൽറ്റ് ചെയ്തെടുക്കാം. താഴെ വെള്ളം ചൂടാക്കിയിട്ട് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ചൂടൊന്ന് മേലേക്ക് കയറട്ടെ. നമ്മൾ ഇതുപോലെ കുറച്ച് ചോക്ലേറ്റൊക്കെ എടുക്കുമ്പോൾ നിങ്ങൾ നന്നായി ശ്രദ്ധിക്കണം. ഒരുപാട് തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തിന് മേലെ അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ചൂടുള്ള വെള്ളത്തിന് മേലെ ഒന്നും ഇങ്ങനെ വെക്കരുത്, പിന്നെ വെച്ചിട്ട് പോവുകയും ചെയ്യരുത്. ഇനി അഥവാ വെക്കുകയാണെങ്കിൽ തന്നെ 1 മിനിറ്റൊക്കെ കഴിഞ്ഞാൽ എടുത്തിട്ട് പെട്ടെന്ന് തന്നെ സ്പൂണായിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ തന്നെ അത് മെൽറ്റാവും. അത്രേ ചൂടേ വേണ്ടുള്ളൂ നമ്മുടെ ചോക്ലേറ്റിന്. അപ്പോൾ ഇപ്പോഴും ഒരുപാട് പേർക്ക് കൺഫ്യൂഷനും അതുപോലെ ചെയ്യുമ്പോൾ തെറ്റിപ്പോവുകയും ചോക്ലേറ്റ് നാശമായി പോവുകയൊക്കെ ചെയ്യുന്നതാണ് ഞാൻ വീണ്ടും വീണ്ടും ഇങ്ങനെ പറയുന്നത് കേട്ടോ. കുറഞ്ഞ അളവ് ചോക്ലേറ്റൊക്കെ മെൽറ്റ് ചെയ്യണ സമയത്ത് ഇത്രയും ചൂടിൽ നിന്നാൽ മതി കേട്ടോ. ബാക്കി നമ്മൾ ചൂടിൽ നിന്ന് ഇറക്കി വെച്ചതിന് ശേഷം ജസ്റ്റ് സ്പൂണ് വെച്ചിട്ടോ എന്തെങ്കിലും ഫോർക്ക് വെച്ചിട്ടോ ഇതുപോലെ സ്പാച്ചിൽ വെച്ചിട്ടൊക്കെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ശരിക്കും നമ്മൾ ഇളക്കുന്ന ഒരു ചൂട് തന്നെ മതി ചോക്ലേറ്റ് മെൽറ്റായി വരാൻ. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ലേസാണ്. നമ്മൾ വാങ്ങി വെച്ചിട്ടുള്ളത് പാർലേസിൻ്റെ വേഫേഴ്സാണ് കേട്ടോ. ഇതൊന്ന് നന്നായിട്ട് പൊടിച്ചു കൊടുക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. ഇതിൽ ഫുള്ള് എയർ നിറഞ്ഞിരിക്കുന്നതുകൊണ്ട് പൊടിക്കാൻ പറ്റുന്നില്ല. കൈകൊണ്ട് തന്നെ പൊടിച്ചാൽ മതി കേട്ടോ. ഓവർ ഇങ്ങനെ ഭയങ്കരമായിട്ട് പൊടിയണം എന്നില്ല. നമ്മൾ കൈകൊണ്ട് തന്നെ പൊടിച്ചാൽ മതി, ഭയങ്കരമായിട്ട് പൊടിയണം എന്നില്ല. ഓക്കെ, ഇനി നമ്മളിത് നമ്മളുടെ ചോക്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. നമുക്കിത് മോൾഡ് ചെയ്ത് എടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും, കാരണം അത്ര ഫിനിഷിങ്ങിൽ കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളിപ്പം ഞാനിപ്പോൾ ചെയ്യണത് ചെറിയ സ്പൂണ് വെച്ചിട്ട് നമ്മളിങ്ങനെ ഇട്ട് കൊടുക്കണം. അപ്പോൾ ഒരുപാട് ചോക്ലേറ്റ് ഉണ്ടെങ്കിലും നമുക്കിങ്ങനെ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ അധികം ചോക്ലേറ്റ് എടുക്കണ്ട എന്ന് പറഞ്ഞത്. ഇങ്ങനെ നമ്മളൊരു റോക്ക് പോലെ ഇങ്ങനെ ഒരു കല്ല് പോലെ ഇങ്ങനെ കിടക്കും. നല്ല ടേസ്റ്റായിരിക്കും കേട്ടോ അത് കഴിക്കാൻ. സിമ്പിളല്ലേ, സിമ്പിളായിട്ട് നമുക്ക് ചെയ്യുകയും ചെയ്യാം. നല്ല ക്രിസ്പി ആയിട്ടുള്ള ചോക്ലേറ്റും കിട്ടും. ഇതിങ്ങനെ ലൈസ് വെച്ചിട്ടും അല്ലെങ്കിൽ ക്രിസ്പി ആയിട്ടും മാത്രമല്ല കേട്ടോ, നിങ്ങൾക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും ഇങ്ങനെ ചെയ്തെടുക്കാം. ഇതിൽ നട്ട്സോ പിന്നെ എന്ത് വേണമെങ്കിലും ഇടാം കേട്ടോ. അതുപോലെ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ഇട്ട് കൊടുക്കാം. ഒരുപാട് ചോക്ലേറ്റ് വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു ടെക്സ്ചർ കിട്ടൂല കേട്ടോ. അതിങ്ങനെ ഒലിച്ച് കിടക്കും. കുറച്ച് ചോക്ലേറ്റിൽ വെച്ചിട്ട് ചെയ്യുമ്പോഴാണ് ഇത് കറക്റ്റായിട്ട് കിട്ടുക കേട്ടോ. നമ്മൾ എന്ത് വെച്ചിട്ടാണോ ഇത് ഉണ്ടാക്കാൻ വിചാരിക്കണത് അതിൻ്റെ അളവ് കുറച്ച് കൂടുതലും ചോക്ലേറ്റിൻ്റെ അളവ് കുറച്ച് കുറവുമായിരിക്കണം. അപ്പോൾ കണ്ടില്ലേ, അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ.
ഇതിനി നമ്മളെല്ലാ ചോക്ലേറ്റും ചെയ്യുന്ന പോലെ ഫ്രിഡ്ജിൽ വെക്കുക. 10 മിനിറ്റ് കഴിഞ്ഞിട്ട് പുറത്തേക്ക് വെക്കുക. അപ്പോൾ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ട് 10 മിനിറ്റ് വെച്ച് എടുത്തു. നമ്മുടെ നല്ല സിമ്പിളായിട്ടുള്ള ക്രിസ്പി ആയിട്ടുള്ള ചോക്ലേറ്റ് റെഡി ആയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ചോക്ലേറ്റ് റോക്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നല്ല ടേസ്റ്റിയാണ്. നിങ്ങൾ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി നോക്കുക, അഭിപ്രായങ്ങൾ പറയുക. അതുപോലെ നിങ്ങളുടെ പുതിയ പുതിയ ഐഡിയാസ് പറയുക. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ.